മോഹൻ സെറായിയുടെ ബാല്യകാല സ്മരണകൾ ഓർമ്മച്ചപ്പിൻ്റെ 3-ാം അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മോഹൻ സെറായിയുടെ ഓർമ്മച്ചപ്പ് കഥാപ്രസംഗ കലയിലേക്ക്. സ്കൂൾ ആനിവേഴ്സറി അടുത്തു. പള്ളി സ്കൂൾ വാർഷികം നാട്ടിൽ അക്കാലത്തെ ഒരു സംഭവമാണ്. പള്ളിക്കു കീഴിലെ സെന്റ് ഗ്രിഗോറിയോസ് പ്രൈമറി സ്കൂളും സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളും ചേർന്ന് വളരെ വിപുലമായാണ് ആഘോഷങ്ങൾ. മീറ്റിങ്ങും സമ്മാനദാനവും കലാമേളയും. തലേ കൊല്ലം 1-ാം ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി ഞാനൊരു മേശവിളക്ക് സമ്മാനം നേടിയിരുന്നു. 2-ാം ക്ലാസ്സിലും സുന്ദര വിഡ്ഢി തന്നെയാണ് ഒന്നാമനെന്ന് ന്യൂസ് കിട്ടിയിരുന്നു. ക്ലാസ്സിൽ എന്തോ തമാശ പൊട്ടിച്ചതിന് എനിക്ക് ലോനപ്പൻ മാഷിട്ട പേരാണ് സുന്ദരം വിഡ്ഢി. വെള്ളിയാഴ്ച ഭഗീരഥി ടീച്ചറുടെ സംഗീത ക്ലാസ് നടക്കുന്നു. വർക്കി മാഷും ഗബ്രിയൽ മാഷും സുന്ദരിയായ ഒരു ടീച്ചറും കൂടി ക്ലാസ്സിൽ വന്നു. അവർ ഭാഗീരഥി ടീച്ചറുമായി ചർച്ച നടത്തി. തുടർന്ന് പാട്ടും ഡയലോഗ് പറയിപ്പിക്കലും. ഞങ്ങൾ 4 പേരെ ആദ്യ റൗണ്ടിൽ തിരഞ്ഞെടുത്തു. പിറ്റേന്ന് പാട്ടും കഥ പറച്ചിലുമായി ഫൈനൽ. പാട്ടിൽ ബിജുവും ഞാനും ഒപ്പത്തിനൊപ്പം. കഥ പറയുന്നതിൽ ഞാൻ ബഹുദൂരം മുന്നിലും. അങ്ങനെ കാതികനാവാൻ ഞാനും പിന്നണി പാടാൻ മറ്റു 3 പേരും എന്ന് തീരുമാനിക്കപ്പെട്ടു. പേരു മറന്ന ടീച്ചറെ മാപ്പ്. അവരാണ് ആ കഥാപ്രസംഗം എഴുതിയത്. സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നുവിട്ടു. ഞാനത് നടന്നു വായിച്ച് അയൽവാസിയും എൻ്റെ അഭ്യുദയകാംക്ഷിയുമായ ജോസ് മാഷുടെ വീട്ടിലെത്തി വിവരങ്ങൾ പറഞ്ഞു. അങ്ങനെ അറിയപ്പെടുന്ന കാഥികനും അക്കാലത്തെ സുപ്രസിദ്ധ കാഥികൻ കെ വാദ്യാരുടെ ശിഷ്യനുമായ ശ്രീ ജോസ് ചിയേടൻ കഥാപ്രസംഗ കലയുടെ ബാലപാഠം പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ ഗുരുവായി. അന്ന് അദ്ദേഹം ആർക്കൈവ്സിൽ സൂപ്രണ്ടായിരുന്നു. കലാപരിപാടികളിൽ മോഹൻ ആൻഡ് പാർട്ടിയുടെ കഥാപ്രസംഗം എന്ന് കേട്ടതോടെ മാനം വിഴുങ്ങിയ അച്ഛന് ഇരിക്കപ്പൊറുതി ഇല്ലാതായി. അദ്ദേഹത്തിന് ഞാനുമായി അനുരഞ്ജനം വേണം. പലവട്ടം എതിരെ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മാനേജർ അച്ഛൻ കാണണമെന്ന് പറഞ്ഞൊന്ന് കുര്യപ്പൻ മാഷ് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറുപടി കൃത്യമായിരുന്നു. ചെവി പിടിച്ച് കറക്കാനല്ലേ? വേണ്ട, ഞാനില്ല. എൻ്റെ കടുംപിടുത്തം മാഷെ നിശബ്ദനാക്കി. സ്കൂളിൽ വർക്കി മാഷുടെ കോച്ചിങ്. വൈകിട്ട് ജോസു മാഷുടെ വീട്ടിൽ ഉപരിപരിശീലനം. രണ്ടും ചേർന്നപ്പോൾ ഞാൻ ആളാകെ മാറി. അക്കാലത്ത് കാഥികന്റെ കയ്യിൽ ചപ്ലാങ്കട്ട എന്ന ഒരു താളോപകരണം ഉണ്ടായിരുന്നു. ഗുരുനാഥന്റെ വീട്ടുതടിയിൽ കടഞ്ഞെടുത്ത വലിയ ചപ്ലാങ്കട്ട എൻ്റെ കുഞ്ഞു കൈക്ക് ഇണങ്ങാതെ വന്നപ്പോൾ കലകളിലും സാഹിത്യത്തിലും എനിക്ക് സർവ പ്രോത്സാഹനവും തന്നിരുന്ന ദാസൻ ചേട്ടൻ തന്നെ തേക്കുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിച്ചു തന്നു. ഫൈനൽ റിഹേഴ്സൽ കാണാൻ ജോസു മാഷും സ്കൂളിൽ വന്നിരുന്നു. കഥാപ്രസംഗമൊഴികെ എല്ലാ കലാപരിപാടികളുടെയും ഫൈനൽ റിഹേഴ്സൽ മാനേജർ അച്ഛൻ കണ്ടു. ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നത് അദ്ദേഹമാണ്. ആ സുദിനം വന്നു ചേർന്നു. വെളുത്ത മുണ്ടും ജുബയും കസവു ഷാളും ധരിച്ച് സ്റ്റേജിൽ ഞാൻ നിന്നപ്പോൾ പലർക്കും എന്നെ മനസ്സിലായില്ല. അതിന് തൊട്ടു മുമ്പ് 2-ാം ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് സമ്മാനം വാങ്ങിയപ്പോൾ എൻ്റെ വേഷം ഷർട്ടും വള്ളിനിക്കറുമായിരുന്നു. അങ്ങനെ വിധവയുടെ ചില്ലിക്കാശ് എന്ന ബൈബിൾ കഥ പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയോടെ മാസ്റ്റർ മോഹനൻ അവതരിപ്പിച്ചു. നന്ദി പറഞ്ഞ് കൈകൾ കൂപ്പവേ തുടർച്ചയായ കരഘോഷം. പെട്ടെന്ന് വിലയേറിയ ഒരു കസവുമാല എൻ്റെ കഴുത്തിൽ വന്നു വീണു. ഞാൻ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ സ്റ്റേജ് ലൈറ്റിൽ എൻ്റെ പിറകിലായി 2 സ്വർണ്ണപ്പല്ലുകൾ തിളങ്ങുന്നു.